ഹായ് എവരി വൺ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് നല്ല മധുരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെർമിസെല്ലി പായസം തയ്യാറാക്കാം. അതാണ് ഞാൻ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. എവരിവൺ, കേരളത്തിൻ്റെ നമുക്ക് വളരെ പ്രാധാന്യപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ പായസം വെക്കാറുണ്ട്. അന്നേരം പായസം വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അന്നേരം പായസം തയ്യാറാക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ്. നല്ല നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് മധുരം വേറെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അന്നേരം ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാല്, ഉണക്കമുന്തിരി, കശുവണ്ടി പരിപ്പ്, ഏലക്ക പൊടിച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് എന്ന് പറയുമ്പോൾ ഉണക്കമുന്തിരി, കശുവണ്ടി പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഉപയോഗിക്കുന്നത്. അന്നേരം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അന്നേരം നമുക്ക് ഈ പായസം തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അന്നേരം ഇവിടെ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെസ്ലയുടെ മിൽക്ക് മെയ്ഡ്, ആദ്യം ഇത് കത്തിക്കുക. അതിനുശേഷം പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാത്രം ഇതുപോലെ എടുത്തു വെക്കുക. ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സൈഡിലേക്ക് മാറ്റി കശുവണ്ടി പരിപ്പിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഈ വെർമിസെല്ലി ഇതും അതിൽ നെയ്യിനകത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്. നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ അത് മാറ്റി വെച്ചതിന് ശേഷം പാല് അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് അത് ഇളക്കി കൊടുക്കണം. പാല് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരത്തില്ല, അതിൻ്റെ അടിയിൽ പൊട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് അടപ്പ് ഇതുപോലെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് 400 ഗ്രാം വരുന്നതാണ്. അത് ഞാൻ മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 ലിറ്റർ പാലാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 1.5 ലിറ്റർ പാലിനകത്ത് 400 ഗ്രാം നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുമ്പോൾ പഞ്ചസാരയുടെ ആവശ്യം ഒട്ടും തന്നെയില്ല. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന വെർമിസെല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഏലക്ക പൊടിച്ച് കൊടുക്കുക. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കണം. നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒത്തിരി സമയം വേണ്ട. നല്ല മണമൊക്കെ വരും. അന്നേരം നമ്മുടെ വെർമിസെല്ലി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിരുന്ന കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി ഇട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഡെക്കറേഷനാക്കി എടുക്കുക.